നമ്മുടെ പിൻട്രസ്റ്റിലും ഇൻസ്റ്റയിലും ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, കുറേ അധികം കാലമായിട്ട് ഞാനും കാത്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു കസ്റ്റമറെങ്കിലും എന്നോടും ഈ സെയിം ഡിസൈൻ ആവശ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടോ. അപ്പോഴാണ് കേട്ടോ എൻ്റെ സ്ഥിരം കസ്റ്റമറായ അശ്വതി തന്റെ ഹസ്ബൻഡിന്റെ 33ാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഈ ഒരു കേക്കിന്റെ ഡിസൈൻ കൊണ്ട് നോർമലി ഈ ഒരു സെയിം ഡിസൈനില് ഏജ് റിവീൽ ചെയ്തതിന്റെ ടോപ്പില് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയാണ് കേട്ടോ എഴുതാറ്. പക്ഷെ ഇവിടെ അശ്വതി എന്റെ അടുത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈഫ് തന്റെ ഹസ്ബൻഡിനും കുട്ടികൾ തന്റെ അച്ഛനും കൂടി കൊടുക്കുന്ന ബർത്ത്ഡേ വിഷ്, അതായത് ഹസ്ബൻഡ് ആൻഡ് ഡാഡ്, ആ സെയിം ഡിസൈൻ ആണ് കേട്ടോ ഇതിലോട്ട് ടോപ്പിൽ എഴുതാനായിട്ട് പറഞ്ഞത്. ആള് ചൂസ് ചെയ്ത കേക്കിന്റെ ഫ്ലേവർ ½ kg ബട്ടർസ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞ ആ സെയിം ഡിസൈനിൽ ഈ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അബദ്ധം നിങ്ങൾക്ക് ഈ കേക്കിൽ കണ്ടാൽ മനസ്സിലാകുമെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ കാര്യം പറയുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് കേക്കിന്റെ ഓർഡർ എന്ന് ശിവറായാണ്. ആളുടെ വൈഫിന്റെയും 3rd വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കിന്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. അത് ആളുടെ വൈഫിന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഡിസൈൻ ഒന്നും പറയുന്നില്ല, ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്നാണ് കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞത്. എഴുതാനുള്ള റൈറ്റിംഗ് ഹാപ്പി ആനിവേഴ്സറി പൊണ്ടാട്ടി എന്നായിരുന്നു കേട്ടോ. ആ റൈറ്റിംഗ്സ് ഞാൻ ഫോണ്ടൻ ലെറ്റേഴ്സ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആനിവേഴ്സറി ടോപ്പറും കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഫൈനലൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേക്കിന്റെ ഫ്ലേവർ അവർ ചൂസ് ചെയ്തത് ½ kg ബട്ടർസ്കോച്ച് തന്നെയായിരുന്നു. നെക്സ്റ്റ് കേക്കിന്റെ ഓർഡർ എന്ന് ജ്യോതിയാണ്. ആള് വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു കേക്ക് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. ½ kg റെഡ് വെൽവെറ്റ് മതി എന്നാണ് കേട്ടോ ഫ്ലേവർ ചൂസ് ചെയ്തത്. ആള് ആകെ കൂടി എന്റെ അടുത്ത് പറഞ്ഞ് ഒരു പിങ്ക് കളറിൽ ഒരു കേക്ക് വേണമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ആൾക്ക് എന്റെ ഈ ഒരു ക്രീം ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ക്രീം ഒട്ടും കുറയ്ക്കേണ്ടെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു കേക്കിന്റെ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 33 എന്ന് എഴുതിയത് ചെറുതായിട്ടൊന്ന് സൈഡിലായി പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.